ഹേ ഗൈസ്, ദിസ് ഇസ് പെയിൻഷു വാച്ചർ. അറ്റ്ലസ് എന്ന ജെനിഫർ ലോപ്പസ് മുഖ്യ വേഷത്തിൽ വരുന്ന സ്കൈഫേ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആയിട്ടുണ്ട്. ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ആയ AI വേഴ്സസ് ഹ്യൂമൻ എന്ന ടോപ്പിക്കാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ AI ആൻഡ് ഹ്യൂമൻസ് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഫ്യൂച്ചർ വേൾഡിൽ ഹാർലാൻ എന്ന AI എൻറ്റിറ്റി ടെററിസ്റ്റ് ആയി മാറുന്നു. അതായത് ആ AIക്ക് മനുഷ്യരെ നശിപ്പിക്കണം എന്നൊരു ഒബ്ജക്റ്റീവ് വരുന്നു. അപ്പോൾ ഈ AI ടെററിസ്റ്റിനെ പിടിക്കാൻ ഹ്യൂമൻസ് ശ്രമിക്കുന്നതാണ് കഥ. ഈ സ്ക്വാഡിലുള്ള ഒരു മെമ്പർ ആയാണ് ജെനിഫർ ലോപ്പസ് വരുന്നത്. ഈ സ്ക്വാഡ് ഹാർലാൻ എന്ന AIനെ ക്യാപ്ചർ ചെയ്യുമോ ഇല്ല എന്നതാണ് സിനിമ പറയുന്നത് കഥ. സോ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത വൺ ടൈം വാച്ച് മൂവിയാണ്. സ്ഥിരം കാണുന്ന ടെംപ്ലേറ്റ് ആയ AI വേഴ്സസ് ഹ്യൂമൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഇറങ്ങുന്ന കുറെ അധികം സിനിമയായിട്ട് ഈ സിനിമയ്ക്കും സിമിലാരിറ്റീസ് ഉണ്ട്. AI വേഴ്സസ് ഹ്യൂമൻ ടെംപ്ലേറ്റ് ആണെങ്കിലും എൻറ്റയർലി ഡിഫറന്റ് ആയ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്ഥിരം കാണുന്ന സിറ്റുവേഷൻസ് വേറെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുക എന്നതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ജെനിഫർ ലോപ്പസിന്റെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജെനിഫർ ലോപ്പസിനെ വെച്ച് സ്ഥിരം ടെംപ്ലേറ്റിൽ ഒരു സ്കൈഫൈ ഫിലിമാണ് അറ്റ്ലസ്. പക്ഷെ സിനിമയിലെ AIനെ കാണിച്ചിരിക്കുന്ന രീതി വ്യത്യാസമാണ്. AI ടെററിസ്റ്റ് ആയ ഹാർലാൻ ആണെങ്കിലും ഒരു ലിവിങ് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ഹാർലാനായി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഷാങ്ചി ആയ സിമു ലിയോ ആണ്. പുള്ളി വിഷയായിരുന്നു. നല്ല പോലെ ടെററാണ് ആ മനുഷ്യൻ ഹാർലാനായിട്ട് വരുമ്പോൾ. ജെനിഫർ ലോപ്പസ് സ്ഥിരം ഗ്രാഫിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു ആവറേജ് സ്കൈഫൈ മൂവിയാണ്. നല്ല കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. CG ഒക്കെ നോക്കുവാണേലും നല്ലതാണ്. ബട്ട് ചില സീൻസിൽ നമുക്കൊരു ഗെയിമിന്റെ വിഷ്വൽസ് ഒക്കെ പോലെ തോന്നും. സോ CGയുടെ ക്വാളിറ്റി കൺസിസ്റ്റന്റ് അല്ല എന്ന് ഞാൻ പറയും. പക്ഷെ കൂടുതൽ സീൻസിലും നല്ല CG തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സീൻസും മോശമാണെന്നല്ല, ഒന്നോ രണ്ടോ സീൻസ് അപ് ടു ദ മാർക്ക് ആയില്ല എന്നേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വളരെ നല്ല CG ആണുള്ളത്. സിനിമ എൻഗേജിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എൻഗേജിംഗ് ആണ്. പക്ഷെ അത് മേക്കിങ്ങിന്റെ ഗുണമാണ്, അല്ലാതെ സ്റ്റോറിയിൽ വരുന്ന ഭീകരമായ കോണ്ടന്റ് കാരണമൊന്നുമല്ല. തുടക്കം കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ പാർട്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. അത് സ്ഥിരം ഉപയോഗിച്ചു പോകുന്ന ആ ഒരു ടെംപ്ലേറ്റിന്റെ പ്രശ്നമാണ്. കുറെ അധികം സിനിമയിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് AIs ഉള്ള സിനിമ അവസാനിക്കുന്നതെന്ന്. സോ ഈസിലി നമുക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റും ഈ സിനിമ എവിടെ പോയി അവസാനിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ എങ്കിലും നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണിത്. ഇത്രയൊക്കെയാണ് എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ആവറേജ് ആയ ഒരു വൺ ടൈം വാച്ചിന് പറ്റുന്ന നല്ലൊരു ജെനിഫർ ലോപ്പസ് മൂവിയാണ് അറ്റ്ലസ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമ മൂവി സീരീസ് കോണ്ടന്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ വീണ്ടും കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ പെയിൻഷു വാച്ചർ സൈനിങ് ഓഫ്.